നമസ്കാരം, ഞാൻ ഭവ്യ പാർവതി. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന വാർത്ത. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി LDF. മുന്നണി യോഗം രാവിലെ 10:30. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. സത്യപ്രതിജ്ഞ 29-ന്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസിൽ പോലീസ് തുടർ നടപടികളിലേക്ക്. പരാതിക്കാരിയുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസെടുത്തത് ആലപ്പുഴ കോടതി ഇടപെടലിനെ തുടർന്ന്. കടുവാപ്പേടി ഒഴിയാതെ വയനാട്. മീനങ്ങാടി സിസിയിൽ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. വനംവകുപ്പ് പരിശോധന നടത്തുന്നു. ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങി നാടും നഗരവും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന. വിപണികളിൽ തിരക്ക് തുടരുന്നു. വിജയവഴിയിൽ തിരിച്ചെത്താൻ ബ്ലാസ്റ്റേഴ്സ്. മുംബൈ FC-യുമായുള്ള പോരാട്ടം രാത്രി 8-ന്. മത്സരം തത്സമയം ന്യൂസ് 18 കേരളത്തിൽ. വിശദമായ വാർത്തകൾ നോക്കാം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ച കേസിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. AD തോമസ്, അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തുക. കേസിൽ അനിലും സന്ദീപും അടക്കം 5 പ്രതികളാണുള്ളത്. മർദ്ദനമേറ്റവർ നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശരണ്യ, ഇന്നലെയാണ് കോടതി ഈ സംഭവത്തിൽ കേസെടുത്തത്. ഇന്ന് പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഇന്നലെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശാനുസരണം ആണ് ആലപ്പുഴ സൗത്ത് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായ ഈ ആക്രമണം, അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റിയതിനു ശേഷം, അതായത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രവർത്തകരെയാണ് പിന്നീട് പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഒരു മറ്റ് പ്രകോപനപരമായ ഒരു സാഹചര്യവും നിലനിൽക്കാത്തൊരു ഇടത്താണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചത്. അത് വലിയ വിവാദങ്ങൾക്ക്, അതായത് വീണ് കിടക്കുന്ന 2 ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയായിരുന്നു. അത് വലിയ അത്തരത്തിൽ പ്രതികരണം ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത് നിയമപരമായി തെറ്റാണെന്ന് അടക്കമുള്ള വാദങ്ങൾ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ സംഭവം നടന്ന, അതായത് കഴിഞ്ഞ ഡിസംബർ 14 നടന്ന സംഭവം നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ താനത് കണ്ടില്ല എന്നുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഗൺമാന്മാരെയും ഒപ്പം തന്നെ അനിൽ കല്ലിയൂർ അടക്കമുള്ള ആളുകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഈ സംഭവത്തിലാണ് ഇന്നലെ ആലപ്പുഴ കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും ഈ പരാതിക്കാരായ AD തോമസും ഒപ്പം തന്നെ അജയ് കുര്യാക്കോസും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, സ്വകാര്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കേസ് എടുക്കുന്നതിനായി സൗത്ത് പോലീസ് നിർദ്ദേശം കൊടുക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് മുഖ്യമന്ത്രി കാണാതെ പോയത് കോടതി കണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ അനിൽ കല്ലിയൂറാണ് ഈ കേസിൽ 1ാം പ്രതി. 2ാം പ്രതി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപാണ്. ബാക്കിയുള്ള 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ, ആ വാഹനത്തിൽ സഞ്ചരിച്ച് ഇവരെ മർദ്ദിച്ച 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ, കണ്ടാലറിയാവുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ FIR-ൽ പറയുന്ന കാര്യം, ഈ ചെറുപ്പക്കാർ പോലീസ് മാറ്റി നിർത്തിയതിനു ശേഷവും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായി എന്നുള്ളത് ഇന്നലെ തന്നെ പറയുന്ന പ്രാഥമികമായ FIR-ൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ മർദ്ദനത്തിൽ KSU നേതാവിന്റെ തലയ്ക്ക് പൊട്ടലേറ്റെന്നും അടി തടഞ്ഞ ഈ അജയുടെ കൈയുടെ എല്ലിന് അടിയേറ്റ് പൊട്ടലുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളും FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വിവാദമായ സംഭവത്തിൽ ഇനി കൂടുതൽ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്നലെ കോടതി മുഖ്യമന്ത്രി കാണാത്തത് കോടതി കണ്ടതിനാലാണ് ഇന്നലെ ഇത് കേസായത്. ഇന്നലെ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി എടുത്തത്. കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നടപടി, തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്
ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനും ഒപ്പം തന്നെ ആലപ്പുഴ സൗത്ത് CA അരുണിനും ഈ പരാതിക്കാർ പരാതിയുമായി ഇവർ സമീപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ അജയ് ജുവൽ കുര്യാക്കോസും ഒപ്പം തന്നെ AD തോമസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റുമാണ്. ഇവർ സമീപിച്ചപ്പോൾ ഇവർക്ക് ഈ സംഭവത്തിനകത്ത് അന്വേഷണം നടത്താനായിട്ട് ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെടുകയും അതിനകത്ത് പോലീസ് നൽകിയ റിപ്പോർട്ട് ഇതൊരു സമരത്തിനിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ന്യായമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുമെന്നറിയില്ല. ഇപ്പൊ ഇട്ടേക്കുന്ന വകുപ്പുകളെ 290. ശരി, അതാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഇത്രമാത്രം ഒരു ഇടപെടൽ, ന്യായമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനി അറിയാനുള്ളത്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മന്ത്രിസഭയിലെ മാറ്റത്തിന്റെ നടപടികൾ വേഗത്തിലാക്കി ഇടതുമുന്നണി. 10:30 LDF യോഗം. യോഗത്തിന് മുൻപ് മന്ത്രി ആന്റണി രാജു മുഖ്യമന്ത്രിയെ കാണും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, ഉടൻ തന്നെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് LDF ഇന്ന് യോഗം ചേരുകയാണ്. ആ യോഗം എപ്പോൾ ആരംഭിക്കും? പ്രധാനമായ തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലേ? മന്ത്രിസഭയിലെ 2 മാറ്റങ്ങൾ തീരുമാനിക്കാനാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. നേരത്തെ മുന്നണി ധാരണ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ആന്റണി രാജുവിന് പകരം KB ഗണേഷ് കുമാറും അഹമ്മദ് ദേവർഗോവിന് പകരം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിണറായി മന്ത്രിസഭയിലെത്തും. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 9:45 മുഖ്യമന്ത്രിയെ കാണാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു സമയം ചോദിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിലാകും കൂടിക്കാഴ്ച. ഇന്നോ നാളെയോ രാജി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഏതായാലും 9:00 മന്ത്രി അവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങി ക്ലിഫ് ഹൗസിലേക്ക് പോകും. അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രാജ്യപ്രഖ്യാപനമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ മാസം 20-ന് മന്ത്രിമാർ മാറേണ്ടതായിരുന്നു. നവകേരള സദസ് തുടരുന്നതിനാൽ മന്ത്രിമാർ മാറേണ്ടത് ഇല്ല എന്ന തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുന്നണി യോഗത്തിൽ മന്ത്രിമാരെ മാറ്റാൻ തീരുമാനമാകും. 29-ന് വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി മന്ത്രി രാജിവെക്കാൻ സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ രാജി ഉണ്ടാകും. മുഖ്യമന്ത്രിയെ കാണുന്നതിന്റെ ഭാഗമായ രാജിസന്നദ്ധ അറിയിക്കാനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. പക്ഷേ രാജിക്കത്തും ഇന്ന് തന്നെ കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നന്ദി. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചാണ് നവകേരള സദസ്സ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു. സർക്കാരിനെതിരെയുള്ള ഉശിരൻ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷവും പോരിന് സജ്ജമായി. കാസർഗോഡ് സർക്കാർ അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് നവകേരള ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയവും ഒപ്പം ചലിച്ചു. ബസിന്റെ ആഡംബരം എത്ര എന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദം. പിന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി. രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സർക്കാർ പരിപാടി മാത്രമാണെന്നും പറഞ്ഞ സർക്കാർ പ്രതിരോധിച്ചു. എങ്കിലും നവകേരള സദസ്സിന്റെ ആദ്യവസാനം ഉയർന്നു കേട്ടത് രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഞ്ഞടിച്ചു. നവകേരള സദസ്സിന്റെ വേദികളിൽ ഉള്ള പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷം മറുപടിയുമായി എത്തി. കല്യാശ്ശേരിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM അനുഭാവികൾ മർദ്ദിച്ചതും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതും വലിയ വിവാദമായി. യാത്ര പോകെ ഭരണ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ തെരുവുകളെ യുദ്ധക്കളമാക്കി. സർവകലാശാല സെനറ്റുകളിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിനെതിരെ SFI തെരുവിലിറങ്ങി. ഗവർണറുടെ മറുപടിയും തെരുവിലിറങ്ങി SFIയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറും ഗവർണർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെന്ന് രാഷ്ട്രപതിക്ക് പരാതി അയച്ച മുഖ്യമന്ത്രിയും പോരു കടുപ്പിച്ചു. ബ്രാഞ്ച് തലം മുതൽ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തെ സജീവമാക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു എന്ന് ഉറപ്പ്. ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷത്തിനും അടിയും തിരിച്ചടിയും കൊണ്ട് ജീവൻ വെച്ചു. അവസാന ലാപ്പിൽ പ്രതിഷേധങ്ങളുമായി BJPയും കളം പിടിച്ചു. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കുകയായിരുന്നു ഭരണമുന്നണിയും UDFും BJPയും. പ്രധാനമന്ത്രിയുടെ വരവും സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രയും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേഗം നൽകും. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ മുന്നേറ്റമുണ്ടാക്കാനാണ് UDF ശ്രമം. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്തും ഗവർണർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടിയും ഇടതുമുന്നണിയും തയ്യാറെടുക്കുകയാണ്. നവകേരള സദസ്സിനായി നാടിളക്കി മറിച്ചുള്ള പ്രചരണ പരിപാടികളിലൂടെ ഭരണപക്ഷവും സർക്കാരിനെതിരായ സമര പരമ്പരകളിലൂടെ പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നാളുകൾ. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനെതിരെ നേതാക്കളെ പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്.
കെ സുധാകരനെ 1 വി.ഡി. സതീശൻ 2 പ്രതിയാക്കിയുമാണ് കേസെടുത്തത്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി, ജെബി മേത്തർ എന്നിവരും പ്രതികളാണ്. കണ്ടാലറിയാവുന്ന 500ഓളം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത്. വയനാട് വാഘേരിയിൽ വീണ്ടും കടുവ. പശുക്കിടാവിനെ കടിച്ചു കൊന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വിവരങ്ങളുമായി ജിൻസ ചേരുന്നുണ്ട്. ജിൻസ, ഒരു വലിയ ആശങ്ക അകന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. വീണ്ടും കടുവയുടെ ഒരു ആശങ്ക വയനാടിനെ അലട്ടുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും മാസങ്ങളായി ഇപ്പോൾ കടുവാ ഭീതിയിലാണ് ഇപ്പോൾ വയനാട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മീനങ്ങാടിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മീനങ്ങാടി സിസിയിലാണ് ഈ 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെ കൊന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ മീനങ്ങാടി ഞാറക്കാട്ടിൽ വീട്ടിൽ സുരേന്ദ്രന്റെ ഈ പശുവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം തന്നെ ഉടനെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. നിലവിൽ ഈ പ്രദേശത്ത് കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്തെല്ലാം നിലവിൽ വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. ഈ മണ്ടകവയൽ അതുപോലെ തന്നെ TC വാഗേരി പ്രദേശങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഈ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശം മുഴുവൻ എസ്റ്റേറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ധാരാളം എസ്റ്റേറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവ ഈ ഭാഗത്ത് തമ്മടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. 1-ലധികം കടുവകളുണ്ട് എന്ന് തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ എല്ലാം കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ ഈ പ്രദേശത്ത് തന്നെ കടുവയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. അതിനിടയിൽ ഈ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാട്ടുകാർ കടന്നിരുന്നു. എന്നാലും ഇപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ്. ഭവ്യ, ശരി. ജിൻസാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ISL വാർത്തകൾ നോക്കാം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 8 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇവയെ മത്സരത്തിലേറ്റ തോൽവിക്ക് സ്വന്തം കളിത്തട്ടിൽ പകരം വീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നത്. മുംബൈക്കെതിരെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനിത് 2ാം പോരാട്ടം. എവേ മത്സരത്തിലേറ്റ ക്ഷീണം തീർക്കാനാണ് മഞ്ഞപ്പടയെന്ന് സ്വന്തം മൈതാനത്തിറങ്ങുക. ലക്ഷ്യം മുംബൈയെ തകർത്ത് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തുക മാത്രമല്ല, മുംബൈയിൽ തന്നെ നടന്ന ത്രില്ലർ പോരാട്ടത്തിലെ കയ്യാങ്കളിക്ക് പകരം വീട്ടുകയും വേണം. ലൂണയുടെ അഭാവത്തിലാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്നാൽ സെൻട്രൽ മിഡ്ഫീൽഡർ ഡാനിഷ് ഫറൂഖും പ്രതിരോധ താരം പ്രഭീർ ദാസും സ്റ്റാർട്ടിംഗ് 11-ൽ തിരിച്ചെത്തും. I expect a good game, of course, against a good opponent. We like to compete and we like to play these kind of games, especially the players. They like these kind of moments, you know, especially when you are fighting for the places on top of the ranking. So, of course, as a sportsman, you expect a good game, to see good things on the pitch, and that the players enjoy, especially because it's Christmas Eve. So it's a luxury to play on Christmas Eve all around the world. I was mentioning that not long time ago. ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റിയുടെ കഴിഞ്ഞ മത്സരം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. മത്സരത്തിൽ മുംബൈയുടെ 4 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ആകാശ് മിശ്ര, രാഹുൽ ബേക്കെ, ഗ്രേഗ് സ്റ്റുവർട്ട്, വിക്രം പ്രതാപ് സിംഗ് എന്നിവർ ഇല്ലാതെയാണ് മുംബൈ ഇറങ്ങുക. ഇതോടെ കടലാസിൽ ബ്ലാസ്റ്റേഴ്സിന് കരുത്തേറി. Since we all gathered together, Arco, Luna, then you create kind of playing style and energy that was the main sample of our team, Kerala Blasters. Now missing that kind of players, it is quite impossible to replace them. So this is the fact. ജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തരാകില്ല. പ്ലേ മേക്കർ ലൂണയില്ലാതെ കരുത്തരായ മുംബൈയെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സീസണിൽ മുംബൈയുടെ അപരാജിത കുതിപ്പ് തടയാൻ ബ്ലാസ്റ്റേഴ്സിനായാൽ പോയിന്റ് പട്ടികയിൽ 1ാമതുമെത്താം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പരിശീലനത്തിനിടെ പരിക്കേറ്റ നായകനും പ്ലേ മേക്കറുമായ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. അഡ്രിയാൻ ലൂണയ്ക്ക് ഈ സീസൺ നഷ്ടമാകുമെന്ന പരിശീലകൻ ഇവാൻ
വൂക്കാമുനോവിച്ച്. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരമിപ്പോൾ വിശ്രമത്തിലാണ്. ആരോഗ്യവാനായി വൈകാതെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകൾക്കാണ് തിരിച്ചടിയായത്. ഒരു മാന്ത്രികനായിരുന്നു അയാൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയവും ബുദ്ധിയും. അഡ്രിയാൻ ലൂണ എന്ന ഉറുഗ്വൈ താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിന് പിന്നിൽ. ബ്ലാസ്റ്റേഴ്സിനായി 3ാം സീസണിൽ ബൂട്ടുകെട്ടിയ ലൂണയാണ് യെല്ലോ ആർമിയുടെ കളിയാസൂത്രകനും ക്യാപ്റ്റനും നമ്പർ 10-ഉം. ഗോൾ അടുപ്പിച്ചും അടിച്ചും കളം നിറയുന്ന താരത്തിന്റെ മടക്കം നിരാശരാക്കിയത് ടീമിനെ മാത്രമല്ല, മഞ്ഞപ്പടയുമാണ്. മിഡ്ഫീൽഡിൽ കളിമെനയുന്ന ലൂണ പുറത്തായതോടെ തുടർ മത്സരങ്ങളിലെ തന്ത്രങ്ങളിലും പദ്ധതികളിലും മാറ്റം വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരായിരിക്കുകയാണ്. ലൂണ ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാനാകില്ലെന്നായിരുന്നു പരിശീലകന്റെ പ്രതികരണം. It's difficult to predict because now it will be the game we played in Delhi against Punjab on 14th of December. It was operated that day. It will take first 5-6 weeks for the first recovery process, then he'll be back after the Super Cup. He'll be back in Kochi to continue the recovery process with us, and then depending on that recovery process, we'll see when he will be back. Very difficult to predict. അതേസമയം ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ താരത്തെ ടീമിലെത്തിക്കുമെന്നും പരിശീലകൻ ഇവാൻ വുക്കമുനോവിച്ച്. Get ready for the game, get the job done, and that's it. And I'm happy to see some of youngsters who are very hungry to show their qualities, to fight for the sport, to fight on the pitch for Kerala Blasters. That's what makes us happy. So maybe our next games will be a kind of struggle, fight, but you have to manage it to get the points. സീസണിൽ ഇതുവരെ 9 മത്സരങ്ങൾ കളിച്ച ലൂണ 3 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. എന്തായാലും ലൂണ എഫക്റ്റ് ഇനി ഈ സീസണിൽ ആരാധകർ മിസ് ചെയ്യുമെന്നുറപ്പ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ പകരം വീട്ടുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC. ഇന്ന് രാത്രി 7 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ. ഒരിടവേള. ഗതാഗത വകുപ്പ് തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ അറബിക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. ഗുജറാത്ത് തീരത്തിനടുത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് പെന്റഗൺ അറിയിച്ചു. സുബി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സുബി, ഒരു ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് എത്താൻ ആയിട്ടുണ്ടോ? ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പെന്റഗൺ പറയുന്നത്. ഒപ്പം തന്നെ ഈ കപ്പൽ എന്ന് പറയുന്നത് ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലാണ് എന്നും അമേരിക്ക വാർത്താക്കുറിപ്പിൽ പറയുന്നു. അല്പസമയം മുമ്പാണ് അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഇപ്പോഴും അഭ്യൂഹം നിലനിൽക്കുകയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ ആരോപണത്തെ ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഡ്രോൺ ആക്രമണവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഹൂതികളുടെ ആക്രമണത്തിന് സർക്കാരിനെ വലിച്ചിഴക്കേണ്ട എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചെങ്കടലിൽ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി, പ്രത്യേകിച്ചും ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹൂതി വംശജരാണ് ഇതിന് പിന്നിൽ എന്നാണ് കരുതുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംശയം നിലനിന്നിരുന്നു. ആ ഒരു സംശയവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗുജറാത്ത് തീരത്തിലെ വരാവൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ 10 മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഡ്രോൺ വന്ന് ഇടിച്ച് അവിടെ അഗ്നിബാധയും അതുപോലെ ചില്ലറ അസ്വസ്ഥതകളും മറ്റും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 20ഓളം ഇന്ത്യൻ ക്രൂ അതിനകത്ത് ഉണ്ട് എന്നും പറയുന്നു. ഏതായാലും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും സംഭവ സ്ഥലത്തേക്ക് ആ സമയം തന്നെ എത്തുകയും
ഈ കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി ഈ മുംബൈയിലേക്ക് കൊണ്ടുവരികയുമാണ്. ഏതായാലും നാളെയോടുകൂടി മുംബൈയിൽ ഈ കപ്പൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായി വരികയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. നന്ദി. സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ക്രിസ്മസ് ദിനമായ നാളെയും തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ തുറക്കില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. നാമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. നാമി, നാളെ ക്രിസ്മസ് ആണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കായി ലോകമെങ്ങുമുള്ള ആരാധകർ, വിശ്വാസികൾ കാത്തിരിപ്പിലാണ്. എന്തായാലും നാളെ പക്ഷേ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക നാളെയും തുറക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്ന വത്തിക്കാൻ ഉത്തരവ് നടപ്പാകില്ല എന്ന് ഉറപ്പായി. അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിന്റെ തന്നെ ഒരു കുറിപ്പ് എത്തിയിട്ടുണ്ട്. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക പള്ളിയിലും അതിന്റെ കീഴിലുള്ള വടുതല തിരുഹൃദയ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനാവശ്യമായി നാളെ കുർബാന അർപ്പിക്കില്ല. പള്ളികളിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതുവരെ ഇപ്പോഴുള്ള സ്ഥിതി തന്നെ തുടരും. അതായത് പള്ളി അടച്ചുകളിൽ തന്നെ തുടരുമെന്നാണ് ഫാദർ ആന്റണി പൂതവേലിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വത്തിക്കാന്റെ നിർദ്ദേശം അനുസരിച്ച്, മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് ക്രിസ്മസിന്റെ തലേന്ന്, അതായത് 24-ാം തീയതി പാതിരാ കുർബാന അർപ്പിക്കുമ്പോൾ അത് ഏകീകൃത കുർബാനയായി തന്നെ അർപ്പിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതെന്തായാലും നടപ്പാകില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. നന്ദി. നാമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 18-ാം പടി കയറിയത് 97,286 തീർത്ഥാടകരാണ്. ഇന്നും ദർശനത്തിന് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുന്നതാണ് കണക്കുകൂട്ടൽ. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. സിവിയൻ മോദിന്റെ റിപ്പോർട്ടിലേക്ക്. സന്നിധാനത്ത് വലിയ തിരക്ക് തുടരുന്നു. നമുക്കറിയാം ക്രിസ്മസ് അവധി ദിവസങ്ങളാണ്. ഒപ്പം തന്നെ മണ്ഡലപൂജയുടെ സമയമായിട്ടുണ്ട്. വലിയ തിരക്ക് അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ 97,000-ലധികം അയ്യപ്പന്മാർ 18-ാം പടി കയറിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. പക്ഷേ 1 ലക്ഷത്തിലേറെ പേർ ചുരുങ്ങിയത് എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. കാരണം വിർച്വൽ ക്യൂവിൽ ഒരാളുടെ കൂടെ തന്നെ 3-4 പേർ വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൽ കൂടുതൽ പേർ വരുന്നുണ്ട്, സത്രം വഴി കൂടുതൽ പേർ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 97,000 പേരുടെ കണക്ക് ഔദ്യോഗികമായിട്ട് പറയുകയാണ്. അതിലുമേറെ പേർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ കണക്കാക്കുന്നു. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. വിർച്വൽ ക്യൂ വഴി 90,000-ഓളം പേർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 ലക്ഷത്തിലധികം പേർ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തുമെന്നുള്ള കണക്കൂട്ടൽ തന്നെയാണുള്ളത്. മണിക്കൂറിൽ 4,000-ലധികം പേരെ പോലീസ് 18-ാം പടി കയറ്റുന്നുണ്ട്. എങ്കിൽ പോലും കുട്ടികളും പ്രായമായവരും ഒക്കെ വരുമ്പോൾ 18-ാം പടി കയറ്റുന്നതിന്റെ വേഗത അല്പം കുറയും. സ്വാഭാവികമായിട്ടും ഇത് തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പമ്പ മുതൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. 8-10 മണിക്കൂർ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണെങ്കിൽ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇടത്താവളങ്ങളിലായിരിക്കും അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. വലിയ തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. കെ.പി. ധനേഷിനൊപ്പം CBN മോദ്, ന്യൂസ് 18. ശബരിമല സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിക്കുകയായിരുന്നു. വർണ്ണക്കാവടിയും മയൂര നൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. മറ്റു വാർത്തകൾ നോക്കാം. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിനെ തുടർന്ന് പുലർച്ചെ ആരംഭിച്ച ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ചുരം 6-ാം വളവിലാണ് ബാറ്ററി തകരാറായതിനെ തുടർന്ന് ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയത്. സിദ്ദിഖ് പന്നൂർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സിദ്ദിഖ്, ഇപ്പോഴും ഈ ഒരു ഗതാഗത കുരുക്ക് തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്?
ചുരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസമായതിനാൽ ക്രിസ്മസ് അവധി കൂടി ആരംഭിച്ചതോടെ ശനി ഞായർ ദിവസങ്ങളിൽ പൊതുവെ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കുണ്ട്. എന്നാൽ ഇതുപോലത്തെയുള്ള ഉത്സവ സീസൺ കൂടിയാകുമ്പോൾ വാഹനങ്ങൾ വൻതോതിൽ ചുരം കയറുന്ന വാഹനങ്ങൾ എത്തുന്നതോടെയാണ് രാവിലെ മുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. അതിനിടയിൽ ഏതെങ്കിലും ഒരു വാഹനം ഒരു വളവിൽ അല്പസമയം ബ്രേക്ക് ഡൗൺ ആവുകയോ മറ്റോ ചെയ്താൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ചുരത്തിൽ നിറയുന്നതും അതുവഴി വലിയ രീതിയിലുള്ള കുരുക്ക് രൂപപ്പെടുന്നതും സാധാരണയാണ്. ഇന്നലെയും ഈ സംഭവം ഉണ്ടായിരുന്നു. 6-ാം വളയിൽ തന്നെ ഒരു ലോറി കയറാതായിരുന്നു. ഇന്ന് പുലർച്ചെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് കുടുങ്ങി. എന്നാൽ 2 മണിക്കൂറിനുള്ളിൽ ഈ ബസ് നീക്കം ചെയ്യാനായി. പക്ഷെ അപ്പോഴേക്കും ചുരത്തിൽ വലിയ രീതിയിൽ വാഹനങ്ങൾ നിറഞ്ഞിരുന്നു. പിന്നീട് ഈ വാഹനങ്ങൾ വളരെ സാവധാനം കടന്നു പോകുന്ന ഒരു സാഹചര്യം. അപ്പോഴേക്കും വീണ്ടും വാഹനങ്ങൾ നിറയും. ഈ രീതിയിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള വാഹനങ്ങളുടെ നിര തന്നെയാണ്. എന്നാൽ ചുരം ഇറങ്ങുന്ന ഭാഗത്തേക്ക്, അതായത് വയനാട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന വഴി അല്പം ആശ്വാസമുണ്ട്. എന്നാൽ മുകളിലേക്ക് കയറി പോകുന്ന വാഹനങ്ങളുടെ നിര വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇത് കുറച്ച് സമയം കഴിയുന്നതോടുകൂടി ഇത് വീണ്ടും രൂക്ഷമാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചുരം NRDF വളണ്ടിയേഴ്സ് ഒക്കെ പറയുന്നത് അനാവശ്യ യാത്രകൾ, ചുരത്തിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, അത്യാവശ്യ യാത്രക്കാർ മാത്രം ഇത്തരം ദിവസങ്ങളിൽ ഇറങ്ങുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് പങ്കുവെക്കാനുള്ളത്. സിദ്ദിഖാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ